ഇന്ന് നമ്മൾ കസ്റ്റേർഡ് കൊണ്ടുള്ളൊരു ഫ്രൂട്ട് സലാഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. പഞ്ചസാര 1 കപ്പ്. ഇതാണ് കസ്റ്റേർഡ് പൗഡർ. ബേക്കേഴ്സിൻ്റെ കസ്റ്റേർഡ് പൗഡറാണ് ഞാൻ വാങ്ങിച്ചേക്കുന്നത്. വാനിലയുടെ ഫ്ലേവറാണ്. ഇതിൻ്റെ അകത്തുനിന്ന് ഒരു 2.5 ടീസ്പൂണാണ് ഞാനിതിന് ഈ കൂട്ടിന് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ വേണ്ടത് കസ്റ്റേർഡ് ഫ്രൂട്ട് സലാഡ് ചേർക്കാനുള്ള ഫ്രൂട്ട്സ് ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ എടുത്തേക്കുന്നത് പച്ച മുന്തിരിങ്ങ ഉണ്ട്, ഓമയ്ക്ക ഉണ്ട്, 2 ആപ്പിളുണ്ട്, 1 ഏത്തപ്പഴമുണ്ട്, ടൂട്ടി ഫ്രൂട്ടി ഉണ്ട്. ഇതാ ഫ്രൂട്ട്സ് മുഴുവൻ ഞാൻ ഇങ്ങനെ ഒരു കപ്പിലോട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിനി നമുക്ക് അടച്ച് ഫ്രിഡ്ജിലത് തണുക്കാൻ വയ്ക്കാം. ഒരു കപ്പിലോട്ട് 2.5 ടീസ്പൂൺ കസ്റ്റേർഡ് പൗഡർ എടുക്കുക. നമ്മൾ എടുത്ത് വെച്ച പാലിൽ നിന്ന് കുറച്ച് തണുത്ത പാലാണ്. ഇത്രയും പാലെടുത്തിട്ട് നല്ലതായിട്ട് ഇത് ഇളക്കണം. കട്ട കെട്ടാതെ ഇളക്കി വെക്കണം. ഇതേ കട്ട കെട്ടാതെ ഇതുപോലെ ഇളക്കി നമ്മൾ ഈ പാലും മാറ്റി വെക്കുക. ഇനി നമുക്ക് ഇതുകൊണ്ട് കാച്ചിയെടുക്കാം. ഗ്യാസ് കത്തിച്ചിട്ട് പാല് തിളപ്പിക്കാം. പാലിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് മധുരം ചേർക്കുക. മധുരം അവരോടെ അനുസരിച്ച് മധുരം അനുസരിച്ച് ചേർക്കണേ. 4 ടേബിൾ സ്പൂൺ മധുരം ചേർത്തു. ഞാൻ 1/2 ലിറ്റർ പാലിൻ്റെ അകത്ത് 4 ടേബിൾ സ്പൂണ് മധുരം ചേർത്തുള്ളേ. മധുരം കുറച്ച് മതിയോ വേണ്ടിയവർക്കാണെങ്കിൽ അധികം വേണ്ട, 3 സ്പൂൺ ഇട്ടാൽ മതി. കൂടുതൽ വേണമെങ്കിൽ 1 സ്പൂൺ ഇടണം. മധുരം അനുസരിച്ച് പഞ്ചസാര ചേർക്കണം. പാൽ തിളച്ച് വരുമ്പോൾ നമുക്ക് കസ്റ്റേർഡ് കലക്കിയത് ഇതിനകത്തേക്ക് ഒഴിക്കാം. പാൽ തിളച്ച് വരുന്നേ ഉള്ളൂ. പാൽ തിളച്ച് വന്നു. ഇനി നമ്മൾ തീ കുറച്ച് വെക്കണമേ. തീ കുറച്ച് വെച്ചിട്ട് മാത്രമേ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കസ്റ്റേർഡ് പൊടി കലക്കി വെച്ചത് കുറേശ്ശെയായിട്ട് ഒഴിക്കുക. ഇളക്കിക്കൊണ്ടിരിക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിക്കും. കട്ട പിടിക്കാതെ ഇനി നല്ല കുറുകി വരണം. ഒരു 5 മിനിറ്റ് അത് മതി. അപ്പോഴത്തേ നല്ലതായിട്ട് കുറുകും. നമ്മൾ ഈ പരുവാകുമ്പം ഗ്യാസ് ഓഫ് ചെയ്യുവാണേ. ഒത്തിരി അങ്ങ് കുറുകി പോയാൽ പിന്നെ ഞാൻ കട്ട പോലെ ആയിപ്പോൾ. ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി തണുക്കാൻ വെക്കുക. ഗ്യാസിൽ നിന്ന് മാറ്റി വയ്ക്കും. ഇനി 2 മണിക്കൂർ ഇത് അടച്ച് നമ്മൾ ഫ്രീസറിൻ്റെ അകത്ത് വയ്ക്കുക തണുക്കാൻ വേണ്ടി. അടച്ച് വയ്ക്കുന്നത് പാട ചൂടായിരിക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മളിപ്പോൾ 2 മണിക്കൂറിന് ശേഷം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. നല്ലതായിട്ട് തണുത്തിട്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഫ്രൂട്ട്സുമായിട്ട് മിക്സ് ചെയ്യുകയാണ്. നമ്മുടെ കസ്റ്റേർഡ് ഫ്രൂട്ട്സ് എല്ലാം റെഡിയായി. നമുക്കിനി സെർവ് ചെയ്യാം.